എന്താ ഒരു പഠിക്കാനുള്ളത്? എന്തൊരു കഷ്ടപ്പാട്. എങ്ങാനും ഇനി എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ പഠിക്കുന്നതൊക്കെ വെറുതെ ആവില്ല. എന്റെ ദൈവമേ, പഠിക്കുന്നതൊക്കെ തലേ കയറ്റി തരണേ. എക്സാമിന്റെ ടൈമില് എല്ലാം ഒന്ന് മണ്ടേ കയറ്റി തരണേ. എത്ര പഠിച്ചാലും തലേ കയറാത്ത എനിക്ക് ഇതെങ്കിലും ഒന്ന് കയറ്റി തരണേ. എന്റെ അമ്മ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി എന്നെ പഠിപ്പിക്കാൻ വിടുന്നതാ. ഒന്ന് കനിഞ്ഞാണേ. A²=B². ഡി, എന്താ അമ്മായി നീ ഇപ്പോൾ ബുക്ക് നോക്കി ഇരിക്കാനോടി? ഞാൻ നിന്നോട് ഇവിടേക്ക് അടിച്ചു വരാൻ പറഞ്ഞതല്ലേ? സോറി അമ്മായി, ഞാൻ എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ടായതുകൊണ്ട് പഠിച്ചു കഴിഞ്ഞിട്ട് അടിച്ചു വരാൻ വിചാരിച്ചു. നീ പഠിച്ചിട്ട് എന്തോ നാവാനാടി? നിന്റെ അമ്മ മറ്റുള്ളവരുടെ വീട്ടില് എച്ചിൽ പാത്രം കഴിയുന്നത് മതിയല്ലോ നിനക്ക് ജീവിക്കാൻ. എന്തിനും നീ പഠിച്ച വലിയ ആളാവുന്നത്? ആന്റി, എനിക്കൊരു ജോലി വേണമെന്നുള്ള എന്റെ ആഗ്രഹമാ. നിനക്കൊക്കെ ജോലി കിട്ടിട്ട് എന്ത് കാര്യമാടി? എച്ചിൽ പാത്രക്കാരി ജാനകിയുടെ മോളല്ലേ നീ? നീക്ക് എവിടെയെങ്കിലും എത്തൂടി. നീ ഇപ്പൊ അങ്ങനെ പഠിക്കാൻ നീ ഇപ്പോഴേ അങ്ങനെ പഠിക്കണ്ട. അടിച്ചു വാരി ആന്റി, അതിങ്ങത്താ, അത് കളയല്ലേ. ഞാനിത് ഒന്നും ചെയ്യില്ല. ഇവിടെ ഫുൾ അടിച്ചു വാരി കഴിഞ്ഞാ ഞാനിത് അങ്ങ് തന്നേക്കാം. പ്ലീസ് ആന്റി, ആ ബുക്ക് ഒന്ന് ചെയ്യല്ല. 500 രൂപയാ ഈ ഒരു നോട്ട് പെയിന്റിന്. ഒന്ന് പോലും എഴുതിയെടുക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്കും ഉണ്ട്. അങ്ങനെയാണോ? നീ ഇവിടെ ഫുൾ അടിച്ചു വാരി അലക്കി തുടച്ച് ഈ വീട് ഫുള്ള് വൃത്തിയാക്കിയില്ലെങ്കിലുണ്ടല്ലോ ഇത് ഞാനങ്ങ് കത്തിക്കും. ആന്റി പ്ലീസ്, എനിക്ക് കുറച്ചുകൂടി പഠിക്കാനുണ്ട്. നാളെ നിങ്ങൾക്ക് ടെസ്റ്റ് ഉള്ളതാ. ആന്റി പ്ലീസ്. ഇല്ല, ഞാനിത് തരില്ല. നീ ഇതങ്ങ് മറന്നേ. ഞാൻ പറഞ്ഞ ജോലിക്ക് കഴിഞ്ഞിട്ടേ അങ്ങോട്ട് വാ, എന്നിട്ട് തരാം. ഞാനേ അപ്പുറത്തെ വീട്ടിൽ കാണും. ഓക്കെ? നീ ഇപ്പൊ അങ്ങനെ പഠിക്കണ്ടടി. നീ പഠിച്ച് വലിയ ആളായോ? ഞാനിവിടെ എന്തിനാ നിൽക്കുന്നേ? കുണ്ടും പോലെ വിഴുങ്ങി നിൽക്കാൻ. എന്നെ അതിനൊന്നും കിട്ടില്ല. എന്റെ ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യും? നാളെ ടെസ്റ്റ് ഉള്ളതാ. ഞാനാണെങ്കിൽ കുറെ നേരം ക്ലാസ്സും കേട്ടിരുന്നു. നോട്ട്സ് ഉള്ളതൊന്നും പഠിച്ചില്ലല്ലോ. എനിക്ക് പേടിയാവുന്നല്ലോ. ഇനിയിപ്പോ ഞാൻ ആ നോട്ട്സ് എങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് നോട്ട്സ് ആയിട്ട് തിരിച്ചു തരുമ്പോഴേക്കും ഒരു നേരമാവും. പിന്നെ എപ്പോഴും ഞാൻ അതൊക്കെ പഠിച്ചു തീർക്കുക. മോളെ, അയ്യോ അമ്മ, അമ്മയുടെ അടുത്ത് പറഞ്ഞ അമ്മയ്ക്ക് വിഷമാവും. അമ്മയുടെ അടുത്ത് പറയണ്ട. എന്താ മോളെ വിഷമിച്ചിരിക്കുന്നേ? ഒന്നുമില്ല അമ്മേ, ഞാനിങ്ങനെ ടെസ്റ്റ് പേപ്പറിന്റെ കാര്യം ആലോചിച്ച് വിഷമിച്ചിരുന്ന. മോളെ എന്തിനും ടെൻഷൻ ആവുന്നേ? മോള് നല്ലോണം പഠിക്കുന്നില്ലേ? അത് മതി. മോള് നന്നായി പരിശ്രമിക്കുന്നില്ലേ? അപ്പൊ തന്നെ കിട്ടും. ഇങ്ങനെ ടെൻഷൻ ആവില്ലേ മോളെ. എന്നാ അമ്മ പോട്ടെ, അമ്മക്ക് ജോലിക്ക് സമയമായി. അമ്മ പൊയ്ക്കോ. ഈ മുറ്റം കൂടി തൂക്കാനുണ്ട്. അകം മുഴുവൻ ഞാൻ പണി കഴിച്ചിട്ടുണ്ട്. മോള് മുറ്റം കൂടി തൂക്ക് കേട്ടോ. ആന്റി വന്നപ്പോ ഒന്നും കഴിഞ്ഞില്ലെന്നല്ലേ പറഞ്ഞത്? എനിക്കറിയാം അവിടെ ഇവിടെ വന്ന് നിന്നെ കൊണ്ട് ആ ജോലിയൊക്കെ എടുപ്പിക്കാനാണ് നോക്കുന്നതെന്ന്. ഞാൻ ആ ജോലിയൊക്കെ അങ്ങ് എടുത്തു. ഇനി എന്റെ മോള് പഠിക്കാതിരിക്കണ്ട. നീയെ പെട്ടെന്ന് ജോലി കഴിഞ്ഞെന്ന് പറഞ്ഞേ അവർക്ക് എന്നെ ബുക്ക് വാങ്ങിട്ട് വാ. എന്ന് അമ്മക്ക് പോവാനായിട്ടോ. അമ്മ പോട്ടെ. പാവ അമ്മ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. അമ്മയ്ക്ക് എനിക്ക് ഒരു കാര്യം ചെയ്തു തരാൻ പറ്റും. ഒരു ജോലി നേടി അമ്മയെ നോക്കാം. അതല്ലാതെ എനിക്ക് അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ പറ്റില്ല. സോറി അമ്മ, സോറി. അമ്മയ്ക്ക് നല്ലൊരു മകനായിരുന്നെങ്കിൽ അമ്മയെ നല്ലോണം നോക്കിയേനെ. ഇനിയിപ്പോ ഞാൻ പെൺകുട്ടി ആയതുകൊണ്ടല്ലേ എന്റെ അമ്മ എനിക്ക് നോക്കാൻ പറ്റാത്തത്. പെട്ടെന്ന് ഇവിടെ അടിച്ചു വാരിയിട്ട് ആന്റിയുടെ അടുത്ത് പോയി ബുക്ക് മേടിക്കാം. ഇനി എന്റെ അടുത്ത് പോയി ബുക്ക് മേടിക്കാം. മുത്തശ്ശൻ എന്താ? മോളെ, മുത്തശ്ശന് തീരെ വയ്യ. അമ്മായി വയ്യ വെച്ച് ഒരുപാട് വഴക്ക് പറഞ്ഞു. കിളവന്നൊക്കെ വിളിച്ചു. എനിക്കത് പെരുത്ത് സങ്കടമായി. മുത്തശ്ശൻ ഒരു ഗ്ലാസ് വെള്ളം താ മക്കളെ. മോളുടെ അമ്മായി മുത്തശ്ശൻ ഒരുപാട് ചീത്ത പറഞ്ഞു. എന്റെ മരുമകളാണെങ്കിലും എനിക്കതിന്റെ ഒരു സ്ഥാനം അവള് തരുന്നില്ല. പട്ടിയുടെ വില പോലും. സാരമില്ല മുത്തശ്ശ, അമ്മയുടെ സ്വഭാവം നമുക്ക് അറിയുന്നല്ലേ. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ നിൽക്കുന്നത് അവരുടെ വീട്ടിലും കൂടിയല്ലേ. ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ വീട്ടിലല്ല, അമ്മായിയുടെ വീട്ടിലാ. മുത്തശ്ശിയുടെ സ്വന്തം മോന്റെ വീട്ടിലാ. ആ വില പോലും അമ്മായി തരുന്നില്ലല്ലോ. പക്ഷെ മോളെ, മുത്തശ്ശനും നിങ്ങളുടെ അത്ര പോലും സ്ഥാനം ആ വീട്ടില് എന്റെ മകനും അവന്റെ ഭാര്യയും തരുന്നില്ല. നിങ്ങൾക്ക് എന്നെക്കാളും ഈ വീട്ടിൽ സ്ഥാനമുണ്ട്. നിന്നോട് പറയാനും മോളെ, മുത്തശ്ശന്റെ ഈ അവസ്ഥ അവക്കും വരും. നാളെ അവളുടെ മകളും അവളോട് ഇങ്ങനെ ചെയ്യണം. അപ്പോളെ അവൾക്ക് എന്റെ വേദന മനസ്സിലാവൂ. എന്റെ വേദന എന്താണെന്ന് നോക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ പാവം കിളവനെ കേൾക്കാൻ മോളേലുണ്ടല്ലോ. അവളുടെ കയ്യിൽ എന്റെ കുട്ടീന്റെ ബുക്ക് കണ്ടു. അത് പോയി മേടിച്ചിട്ട് വാ. എന്നിട്ട് മതി എനിക്ക് വെള്ളം. ആ ബുക്ക് അമ്മായി കൊണ്ടുപോയിരിക്കുക. അത് കത്തിക്കുന്നൊക്കെ പറഞ്ഞ കൊണ്ടുപോയിരിക്കുന്നേ. ഞാനത് പോയി മേടിച്ചോണ്ടിരട്ടെ. എന്റെ ദൈവമേ, എന്റെ കുട്ടീനെ ജീവിക്കാൻ അവൾ അനുവദിക്കില്ലായോ?
എന്റെ കുട്ടി ഒരു പാവം. സാരമില്ല മുത്തശ്ശ, ഇതൊക്കെ എന്റെ വിധിയാണെന്ന് ഞാൻ കരുതിക്കോളാം. അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാനാവും മുത്തശ്ശ? എന്റെ അവസ്ഥ ഇതായി പോയില്ലേ. എനിക്ക് ഇങ്ങനെ ചെയ്യാനുള്ളത് എന്ത് ചെയ്യാനാവും? എന്റെ കുഞ്ഞിലെ എന്റെ അച്ഛൻ എന്നെ വിട്ടു പോവതായിരുന്നു. അച്ഛനെ ദൈവം വിളിച്ചു. ഞാനെന്ത് ചെയ്യാനാ? ഞങ്ങളെയും കൂടെ വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. വിഷമിക്കണ്ട മോളെ. മുത്തശ്ശനെ നിങ്ങളെ നോക്കാവുന്ന അത്രയും കാലം മുത്തശ്ശൻ നോക്കിയില്ലേ. ഇനി എന്റെ മോള് വേണം മോളുടെ അമ്മയെ നോക്കാൻ. മനസ്സിലായോ? മോൾ അവളുടെ കയ്യിൽ നിന്ന് ആ ബുക്ക് മേടിച്ചിട്ട് നന്നായി പഠിക്ക്. എന്നിട്ട് ജോലി വാങ്ങി മുത്തശ്ശന്റെ മുന്നിൽ വന്ന് നിൽക്ക്. മുത്തശ്ശന്റെ കണ്ണടയുന്നതിന് മുമ്പ് എനിക്ക് ആ കാഴ്ച കാണണം. അല്ലെങ്കിൽ എന്റെ കുട്ടികളെ അവൾ ഉപദ്രവിക്കും. ആ യക്ഷസ്